ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുട്ടുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കൽ പുട്ടുപൊടി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് പുട്ടുപൊടിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. അതും അരിപ്പൊടി വെച്ചിട്ട്, നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ചുടുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ട്. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ പഞ്ഞി പോലുള്ള ഈ ഒരു പുട്ട് നമുക്ക് കൈ നനയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഈ പുട്ടുണ്ടാക്കാൻ നമ്മൾ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തിളച്ചിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളക്കണ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പൊടിയെടുക്കാം. പൊടി ഞാൻ 1 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടി. വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നതോടുകൂടെ തന്നെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണ്ട. നമുക്കിങ്ങനെ നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ പത്തിരിക്കാണെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് പൊടിക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം നമ്മൾ വെള്ളം വെക്കാറുണ്ട്. ഇത് 1 ഗ്ലാസ് പൊടിക്ക് നമ്മൾ 3/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതൊന്ന് മിക്സായി കിട്ടുള്ളൂ. എന്നാലും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു ചൂടിൽ തന്നെ നല്ലപോലെ ഇളക്കിയിട്ട് വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ അതായത് ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുക്കാം. അതിലേക്ക് കുറച്ചിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജാറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇത് പൊടിച്ചെടുക്കുന്ന നേരം നമ്മൾ കൂടുതലായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതാ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കാരണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുട്ടിനുള്ള പൊടി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം മിക്സിയിലിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊടി കിട്ടില്ല. നമ്മുടെ പൊടിയെല്ലാം കൂടി തന്നെ നല്ലപോലെ കട്ട പൊടിച്ചിട്ടാകാരം കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ മതി. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 ഗ്ലാസ് പൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളം കറക്റ്റായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത്. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കി എടുക്കണ പോലെ തന്നെ പുട്ടുകുറ്റിയിൽ തേങ്ങട്ടതിൻ്റെ ശേഷം പൊടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതായത് നമുക്കിനി ഇത് ആവി കയറ്റി എടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. സാധാരണ പുട്ടുണ്ടാക്കാൻ ഒരു 3 മിനിറ്റ് ആണെങ്കിൽ ഇത് നമുക്കൊരു 5 മിനിറ്റോളം തന്നെ വെക്കണം. എന്നാലേ നല്ല പോലെ ഇതൊന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അത് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെയാണ്. അപ്പോൾ ഈ ആവി വന്നേക്കന്നെ നമ്മൾ ഓഫാക്കരുത്. നമ്മളൊരു 2 മിനിറ്റും കൂടി ഒന്ന് വെക്കുക. അപ്പോൾ അതാ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി പുട്ടുപൊടി ഇല്ലാച്ചിട്ട് പുട്ടുണ്ടാക്കാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ പത്തിരിയുടെ ഇടിയപ്പത്തിൻ്റെ എന്ത് പൊടി ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള പുട്ട് നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കാൻ ചിലർക്കൊക്കെ അറിയാം, എന്നാലും ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുണ്ടാക്കി നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ശരിയായി കിട്ടും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.